Hallelujah. Hallelujah. How many of you are happy this morning? ഈ പ്രഭാതത്തിൽ എത്ര പേര് സന്തോഷവാന്മാരായിരിക്കുന്നു? I thank God for giving me this opportunity to come before you and stand before you. ദൈവം ഇങ്ങനൊരു അവസരം എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Once again I greet you all in the matchless name of our Lord and Savior Jesus Christ. ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. It is only because of His grace and His mercy we are living in this world. കർത്താവിന്റെ കൃപയും കരുണയും കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. We are living in the time we know that difficulties and problems are facing all around us. ലോകത്തെ ആകമാനം പ്രശ്ന സങ്കുലിതമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാമും ജീവിക്കുന്നത്. But today 4 people are again going into the mission field. എന്നാൽ ഈ അവസ്ഥയിലും 4 പേര് കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു. How many of you are happy for that? ഇതിനായി എത്ര പേര് സന്തോഷമുണ്ട്? How many of you are ready to pray for these people? ഇവർക്കായി പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? It is our responsibility that we have to pray for each one of our missionaries who are working in the North India. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഓരോ മിഷണറിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. God help us all. ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us all look to God in prayer. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Heavenly Father, we come into your presence this morning. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു നാഥ. Lord, you speak to us. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. Lord, we pray that your presence fill this place. ഈ സ്ഥലത്ത് അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Let your angels, let your presence fill this place, Lord. ഈ സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൂതന്മാരാൽ നിറയപ്പെടട്ടെ. I pray that each one of us will experience your presence this morning. ഓ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സാന്നിധ്യം വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാനിടയാകട്ടെ. We open our hearts for the word of God. അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറക്കട്ടെ. Lord, help us and strengthen us. അതിനായി ഞങ്ങളെ സഹായിക്കണം, ശക്തീകരിക്കണം. Thank you, Jesus, for you going to help us. ഞങ്ങളെ സഹായിക്കുന്നതിനായി കർത്താവേ നന്ദി. In Jesus' name we ask and pray. അവിടുത്തെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണം പ്രിയ പിതാവേ. Amen. Amen. For today's meditation, I have taken from 2 Corinthians chapter 2 verse 3 and 4. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് 2 Timothy chapter 2 verse 3 and 4. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 3-ഉം 4-ഉം വാക്യമാണ് ഇന്നത്തെ പ്രഭാതത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. Let us turn to 2 Timothy chapter 2 verse 3 and 4. 2 തിമോത്തിയോസ് 2-ന്റെ 3-ഉം 4-ഉം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. You therefore must endure hardship as a good soldier of Jesus Christ. No one engaged in warfare entangles himself with the affairs of this life, that he may please him who enlisted him as a soldier. Hallelujah. 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 The word of God says, be a good soldier of Jesus Christ. ദൈവവചനം പ്രബോധിപ്പിക്കുന്നു, നല്ല ഭടനായി ക്രിസ്തുവിന്റെ നല്ല ഭടനായിരിക്കുക. This morning I would like to tell you, be a good soldier for Jesus Christ. ഇന്ന് പ്രഭാതത്തിൽ തലക്കാട്ടായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രിസ്തുവിന്റെ നല്ല പടയാളികളാകുക. We are all called by God to be the good soldier for him. നമ്മൾ ദൈവത്തിന്റെ നല്ല പടയാളികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. There if you look up to Timothy, Paul is telling to Timothy that he is not calling him for a servant's work. He is not calling him to be a pastor, but God is telling that be a good soldier. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിന്റെ ദർശനവും കാഴ്ചപ്പാടും ഇതായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞത് ഒരു പാസ്റ്റർ ആയിരിക്കുവാൻ അല്ലെങ്കിൽ വെറുമൊരു ദാസനായിരിക്കുവാൻ വേണ്ടി മാത്രമല്ല പൗലോസ് അദ്ദേഹത്തിൽ കണ്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത്. If you look up to the background of this book, we can understand that this book was written in AD 62 to 64. AD 62 to 64 ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം എഴുതപ്പെട്ടത്. Paul was in the prison, and in the prison he was encouraging Timothy to be a good soldier for him. ജയിലിലായിരുന്നുകൊണ്ട് ഈ തിമോത്തിയോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രബോധിപ്പിക്കുവാനായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. He was not a very strong personality. He was a very shy person. He was a person who couldn't stand before people. തിമോത്തിയോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ധൈര്യമുള്ളവനോ അല്ലെങ്കിൽ
മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനോ ആയിരുന്നില്ല. അവനെ ധൈര്യപ്പെടുത്തണമെന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. He was not a born leader. അദ്ദേഹം തിമോത്തിയോസ് എന്ന് പറയുന്നത് ജന്മനാൽ ഒരു നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന വ്യക്തിയല്ല. But Paul is telling Timothy, be strong. Many times we read in Timothy that be strong, be courageous, be strong. Again and again God is encouraging Timothy that be strong for him. അപ്പോസ്തലനായ പൗലോസ് ഈ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തില് പല ഭാഗത്തും ഈ തിമോത്തിയോസിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, നീ നല്ല ധൈര്യമുള്ളവനായിരിക്കുക, ശക്തനായിരിക്കുക, ബലമുള്ളവനായിരിക്കുക എന്നുള്ള പ്രബോധനം നമുക്കിവിടെ കാണാൻ കഴിയും. Again Paul says that do not be ashamed of me or the gospel. നീ അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ യാതൊരു ലജ്ജയും നിനക്കുണ്ടാകരുത്. So this morning I would like to tell you, be a good soldier for him. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഈ ദിവസം ഞാൻ പറയട്ടെ, നിങ്ങൾ യഥാർത്ഥമായിട്ടും നല്ല പടയാളികളായിരിക്കും. God is called us, each one of us, to be the soldier in the battlefield. കർത്താവിന്റെ പോർക്കളത്തിൽ പോരാടുവാനായിട്ട് വിളിക്കപ്പെട്ട വീര പോരാളികളാണ് നാം. The soldier is not the one who called just for sitting in one place, but in order to fight the battle. ഈ പടയാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾജിയർ എന്ന് പറയുന്നത് യുദ്ധത്തിനായിട്ട് വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല. But he was called to fight the battle. എന്നാൽ അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ട്, യുദ്ധം ചെയ്യുവാനായിട്ട് കൂടെ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. That's why Paul says at the end of his journey, he says like this, I have fought a good fight and there is a crown waiting for me. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, തന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. Because he had fought a good fight for Jesus. കർത്താവിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് നല്ല പടയാളിയായിരുന്നു, നല്ല പോരാട്ടം കാഴ്ചവെച്ചു. In the same way, God is calling us, each one of us, to be a good soldier for him. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നല്ല പടയാളികളാകുവാൻ, പോരാളികളാകുവാനായിട്ട് ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. How many of you are ready to go as a good soldier for him? നല്ല പടയാളികളായിട്ട് പോകുവാൻ എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ താല്പര്യമുണ്ട്? It is not at all easy to be a soldier. ഒരു പടയാളിയാകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. When we think about a soldier, the first thing which come to our mind is the disciplined life of a soldier. ഒന്നാമതായിട്ട് ഒരു പടയാളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണേണ്ട ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം. Without disciplined life we cannot be a soldier for him. നല്ലൊരു അച്ചടക്ക പാഠവം ഇല്ലാത്ത ആൾക്ക് ഒരിക്കലും ഒരു പടയാളി ആയിരിക്കുവാൻ കഴിയത്തില്ല. We know the soldier will wake up at the right time, he will go practice, exercise his body to be fit and to battle the battle fight. ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട്, കൃത്യസമയത്ത് എക്സസൈസിന് പോകേണ്ടതുണ്ട്, കൃത്യസമയത്ത് ദിനചര്യകൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്രമീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് ഒരു പടയാളിയുടേത്. In the same way, God has called us to be faithful, to be disciplined, to be walk according to the word of God. വചനം പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഈ പോർക്കളത്തിൽ പോരാടുന്നവര് ഈ വചന വ്യവസ്ഥയ്ക്കനുസരിച്ചൊരു വ്യവസ്ഥയോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. Many times what we do is we fail in the battlefield because we don't have a disciplined life. പലപ്പോഴും നമ്മൾ യുദ്ധക്കളത്തിൽ തളർന്നു പോകുന്നത്, വാടി വീഴുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഡിസിപ്ലിൻ ലൈഫ് നമുക്കില്ല. This morning God is asking us to live a disciplined life. If we don't have a right time for prayer, today take a decision, I will pray at the right time. If you don't have a right time for reading the scripture, take a decision, I will start it from today. ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ വേലയിലാണ് നിൽക്കുന്നതെങ്കിൽ, പോർക്കളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതിനായിട്ടുള്ള സമയം അതിനുവേണ്ടി തന്നെ ക്രമീകരിക്കുക. അതിനുവേണ്ടി ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. വചനപാരായണത്തിന് അതിനുവേണ്ടി ഒരു ഡിസിപ്ലിനോടുകൂടിയുള്ള പാരായണ സമയം ഉണ്ടാകണം. How we can be a good soldier for Jesus Christ? എങ്ങനെ കർത്താവിന് വേണ്ടി നല്ല ഒരു പടയാളിയായി തീരുവാൻ കഴിയും? And what are the speciality of a good soldier? എന്തൊക്കെയാണ് ഒരു പടയാളിയുടെ ഗുണനിലവാരങ്ങൾ? Let us turn our attention to verse 3. മൂന്നാം വാക്യത്തിലേക്ക്, അതായത് 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. Here the word of God says, you therefore must endure hardship as a good soldier for Jesus Christ. ഒന്നാമതായിട്ട് കർത്താവ് തന്നെ ദൈവവചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. First thing we have to do is
we have to endure hardship as a good soldier. നല്ലൊരു പടയാളിയാകണമെങ്കിൽ കഷ്ടം സഹിക്കാൻ തയ്യാറായിരിക്കണം. Without going through hardship, we cannot be his soldier. ഒരു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ വിമുഖത കാണിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല പടനായിരിക്കുവാൻ കഴിയുകയില്ല. That's why Jesus Christ, if anyone want to follow me, let him take his cross and follow me. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. Without taking the cross, without going through the hardship, without suffering for the Lord Jesus Christ, we cannot be in his army. നമുക്ക് ഒരിക്കലും കർത്താവിന്റെ നല്ല ഭടനായിരിക്കുവാൻ കഴിയുകയില്ല. അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറല്ല എങ്കിൽ, അവന് വേണ്ടി പ്രതിസന്ധികളെ നേരിടുവാൻ തയ്യാറല്ല എങ്കിൽ, അവന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ തയ്യാറല്ല എങ്കിൽ. Brother Matthew was preaching the same message. We have to go through suffering. Unless we go through suffering, we cannot be his servant. നമുക്ക് മാത്യു നേരത്തെ വാലഡിക്ടേറിയൻ സ്പീച്ചിലൂടെ പറഞ്ഞതുപോലെ കഷ്ടതയിലൂടെ കടന്നു പോകാതെ നല്ലൊരു ഭടനായി മാറുവാൻ കഴിയുകയില്ല. Many people, if you look up to the history, we can see throughout the history, many people had gone through that hardship. നമുക്കറിയാം, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അനേകം പേര് ഈ കഷ്ടതയിലൂടെ കടന്നു പോയിട്ട് പിന്നീട് തികവുള്ളവരായിട്ട് മാറിയത് കാണുവാൻ കഴിയുന്നു. There was a man named John Bunyan. ജോൺ ബനിയൻ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തിയെ കുറിച്ച് നാം അറിയുമല്ലോ. He was born and brought up in England. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. And he was preaching the good news to the people, poor people in the streets of the England. ഇംഗ്ലണ്ടിന്റെ തെരുവോരങ്ങളിലെ പാവപ്പെട്ടവർക്കായിട്ട് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. During the 17th century, the people were hating his preaching and he was put into the prison. 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇഷ്ടപ്പെടാത്ത ജനസമൂഹവും ഭരണാധികാരികളും അദ്ദേഹത്തെ ജയിലിലടച്ചു. Inside the prison walls, he started preaching loudly the gospel of Jesus Christ. ആ മതിൽക്കെട്ടിനുള്ളിൽ, ജയിലിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് സുവിശേഷം പറയുവാൻ തുടങ്ങി. What happened was, the people around the Bedford Street near the England, they came towards the prison to hear the gospel of Jesus Christ. ആ പ്രസന്റെ, ആ ജയിലിന്റെ മതിൽക്കെട്ടിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒച്ചത്തിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത് വിദൂരതയിൽ കേട്ട ശബ്ദം, അതിന്റെ ഫലമായിട്ട് അനേകം പേർ ഈ സന്ദേശം കേൾക്കുവാനായിട്ട് ഈ ജയിലിന്റെ മതിൽക്കെട്ടിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. Many prisoners got saved hearing the gospel. അനേകം തടവറയിൽ ആയിരുന്ന കുറ്റവാളികൾ രക്ഷിക്കപ്പെടുവാനിടയായി. What happened was, he was put into the deep prisons in order to stop him from preaching the gospel. എന്നാൽ അദ്ദേഹം ഇനി പ്രസംഗിക്കാതിരിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശബ്ദം ഇനി ആരും കേൾക്കാതിരിക്കുവാൻ വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ഉള്ളറയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടു. Nobody could hear his preaching because he was in the deep prison. അദ്ദേഹം ഈ ജയിലിന്റെ ഏറ്റവും ഉൾമുറിയിലേക്ക് അദ്ദേഹത്തെ ഇട്ടു. കാരണം ആരും ഈ സന്ദേശം കേൾക്കരുത്. What the authority thought was, they stopped him from preaching. The message is closed, he is closed. എന്നാൽ ആ അധികൃതർ ചിന്തിച്ചത്, ഇനി അവന്റെ ശബ്ദം കേൾക്കുകയില്ല, ഇതോടുകൂടെ സുവിശേഷം പ്രസംഗം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. But what happened was, inside that prison walls, he started writing a book. എന്നാൽ ഈ ജയിലിന്റെ ഉള്ളറയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുവാൻ തുടങ്ങി. The name is very famous. It is in Malayalam. It is in every language. Its name is The Pilgrim Progress. പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന പ്രശസ്തമായ, ലോകത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് പിൽക്കാലത്ത് മാറിയത് നമുക്കറിയാം. And thousands of people came to Christ only because of reading that book, The Pilgrim Progress. ആയിരക്കണക്കിന് ജനങ്ങള് ഈ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചിട്ട് കർത്താവിനെ സ്വീകരിപ്പാനിടയായി. ഒരു Hallelujah. 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 Let me tell you this morning, they stopped the gospel. They put him in the prison, deep prison, in order to stop him from preaching the gospel. സുവിശേഷം പറയാതിരിക്കുവാനായിട്ട് എല്ലാ തടസ്സങ്ങളും അവരുണ്ടാക്കി, എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി അവർ ഒരുക്കി. പക്ഷേ അതിന് സാധിച്ചില്ല. But they couldn't stop the word which nobody can stop this word. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മനുഷ്യനെ കൊണ്ടും സുവിശേഷത്തിന്റെ ശബ്ദത്തെ അടച്ചു കളയാൻ കഴിയില്ല. Hallelujah. Hallelujah. Nobody can stop the gospel. ആർക്കും സുവിശേഷത്തെ തടയുവാൻ They കഴിയില്ല. stopped him from preaching the word, but they couldn't stop him from writing that book. അവനെ സുവിശേഷം പറയുന്നതിൽ നിന്നും വിലക്കുവാനേ കഴിഞ്ഞുള്ളൂ, പക്ഷേ എഴുതുന്നതിൽ നിന്നും അവനെ വിലക്കുവാൻ കഴിഞ്ഞില്ല. He went through very hard situation, but gospel was spread all around the world. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവനെ തടവറയിലാക്കിയിരുന്നുവെങ്കിലും സുവിശേഷം തന്റെ എഴുത്തുകളിലൂടെ ലോകമെമ്പാടും വ്യാപിക്കപ്പെട്ടു. Let us be a good soldier for
Jesus Christ through enduring hardship. ഏത് സാഹചര്യം വന്നുകൊള്ളട്ടെ, അവിടെയൊക്കെയും നല്ല പടയാളികളായിട്ട് നമുക്ക് മാറാം. Hallelujah. 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 By enduring hardship, when we endure hardship in our life, let us think that it is for the gospel to be preached all around the world. ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പടയാളികളാകുന്ന നാം ഓർക്കുക, ദൈവം അതിലുപരിയായിട്ട് എന്തോ മറ്റൊരു പ്ലാൻ പദ്ധതി നമ്മളെ കൊണ്ട് പ്ലാൻ ചെയ്യുകയാണ്. I was reading a book about Adoniram Judson. അഡോണിറാം ജഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. You may know about him. He is the missionary for Burmese. ബർമീസിന്റെ ഇടയിൽ മിഷണറി പ്രവർത്തനം ചെയ്ത ഒരു കർത്തൃദാസനായിരുന്നു. He was the one preached the gospel first to the Burma. ബർമയോട് ആദ്യം പോയി സുവിശേഷം പറഞ്ഞ വ്യക്തിയാണ്. He was born and brought up in America. അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടത്. He could have lived in the luxurious life in America. അമേരിക്കയിൽ വളരെ സുഖലോലിതതയിൽ അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. But when the vision came into his life, എന്നാൽ എപ്പോൾ ആ ഒരു പ്രകാശം തനിക്ക് ലഭിച്ചോ, ദർശനവും കാഴ്ചപ്പാടും തനിക്കുണ്ടായോ, he left America. അദ്ദേഹം അമേരിക്ക വിട്ടു. He came to India. അദ്ദേഹം ഇന്ത്യയിൽ വന്നു. Many people discouraged him, don't go to Burma because you are going to die there. അനേകം പേര് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, നീ ബർമയിൽ പോകരുത്, മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. Because it was very difficult situation to go to Burma during that time. ആ സമയത്ത് ബർമയിൽ പോകുക എന്ന് പറയുന്നത് വളരെ വിഷമകരമുള്ള കാര്യമാണ്. But he went with his family. എന്നാൽ അദ്ദേഹം തന്റെ കുടുംബവുമായിട്ട് അവിടേക്ക് കടന്നുപോയി. He lost his kids there. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. He lost his wife there. തന്റെ ഭാര്യയെ അവിടെ നഷ്ടപ്പെട്ടു. He lost everything he had. തനിക്കുണ്ടായിരുന്നതൊക്കെയും അവിടെ നഷ്ടപ്പെട്ടു. But let me tell you, one thing happened. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, He translated the Bible from English to Burma language. അദ്ദേഹം ഇംഗ്ലീഷ് ബൈബിള് ബർമ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് And ചെയ്തു. many people came to Christ just because of his suffering. തന്റെ ആ കഷ്ടപ്പാടിൽ മുഖാന്തരം അനേകം പേര് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആകൃഷ്ടരായി. Hallelujah. When we Hallelujah. go through hardship, when we go through trials in our life, let us understand that it is for the glory of God. നമ്മളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നമ്മളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നമ്മളൊരു വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക, അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Hallelujah. Hallelujah. This morning, give our life for enduring suffering with Jesus Christ. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Because Jesus says, I am not leaving you alone. I am going to come with you. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. He said, I am going to send you like sheep among wolves. നിങ്ങളെ ഞാൻ അയക്കുന്നത്, അതായത് ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. But do not fear because I am going to be with you. നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, കാരണം ഞാൻ നിന്നോട് ഒപ്പം. Our God is going to come with us wherever we go. നമ്മൾ എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. Let me encourage you brothers, wherever you go, God is going to come with you. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, നിങ്ങൾ എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. Even though we have to go through hardship and suffering in our life, our God Jesus Christ, who promised to be with us, will be with us. തീർച്ചയായിട്ടും വാക്ക് പറഞ്ഞവൻ മാറാത്ത കർത്താവ്, ആ കർത്താവ് നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുൻപായി അവിടെ പോയിട്ടുണ്ട്. Paul is encouraging the little Timothy that Timothy, be strong, be courageous, be strong and endure suffering along with me. യുവാവായിരിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന തിമോത്തിയെ നോക്കിയിട്ട് പൗലോസ് പറയുക, നീ ശക്തനായിരിക്കുക, നീ ബലമുള്ളവനായിരിക്കുക, ധൈര്യമായിരിക്കുക, നിന്നോടൊപ്പം കർത്താവുണ്ട്. And when we go through suffering, we have to do one thing. നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, Hebrews chapter 12 verse 2 and 3 says like this. എബ്രായർക്ക് ലേഖനം, എല്ലാവരും ഒന്ന് എടുത്ത് എബ്രായർക്ക് ലേഖനം Hebrews chapter 12 verse 2 and 3. 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം. Fix our eyes on Jesus, the pioneer and perfecter of faith. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. Here we say, when we go through hardship in our life, we have to look up to the cross and we have to see the face of Jesus in the times of trial. നമ്മുടെ കഷ്ടതയുടെ നടുവിലും നമ്മളൊരു പോരാളിയായിട്ട്, പടയാളിയായിട്ട് കർത്താവിന്റെ വയൽ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ നാം കർത്താവിന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കാവൂ. We know the life of Stephen when he was about to be stoned to death.
സ്തേഫാനോസിനെ നമുക്കറിയാം, അദ്ദേഹം മരണത്തിന് മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. The word of God says he looked up to the heaven and the heaven was opened. അവൻ സ്വർഗത്തേക്ക് നോക്കി, സ്വർഗം തുറന്നിരിക്കുന്നു. And the heaven was receiving Stephen. സ്വർഗം അവനെ സ്വീകരിക്കുന്നു. This we have to understand that when we go through suffering in our life, we have to look up to the face of Jesus Christ. നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നോക്കേണ്ടത് മറ്റുള്ളവരെയല്ല, നമുക്ക് വേണ്ടി നമ്മെ അയച്ച നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക്. Many times what we do is we look behind and we look up to the people for help here and there. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഭൂമിയിൽ സഹായിക്കുവാൻ കഴിയുന്ന കരങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. But Jesus is encouraging us this morning. Let us look up to him when we go through trial and temptation. എന്നാൽ ഇവിടെ ഇതാ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകും, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സമയത്ത് അതിന് മറുമരുന്നായിട്ടുള്ളത് കർത്താവിനെ നോക്കുക. The second thing we want to do as a good soldier of Jesus Christ is when we look to the verse 4, we will see that. നമ്മൾ ഒന്നാമതായിട്ട് കർത്താവിനെ നോക്കുക. രണ്ടാമതായിട്ട് ഈ തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ എവിടെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. Here the word of God says, no one engaged in warfare entangles himself with the affairs of this life. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. The second thing, as a good soldier of Jesus Christ, we should not entangle ourselves with the affair of this world. രണ്ടാമതായിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട പടയാളികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തെ പ്രസാദിപ്പിക്കുന്നവരാകരുത്. Don't be entangled with this world. ഈ ലോകത്തെ പ്രസാദിപ്പിക്കുന്നവരും ഈ ലോകത്തിന് അനുരൂപരുമാകരുത്. Many times in our life when people come with offerings, many times people come with something in our life, we go behind that things. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രലോഭനങ്ങൾ ഈ ലോകത്തിൽ പല മനുഷ്യരാൽ കടന്നു വരാം. അവിടെയൊന്നും വീണു പോകരുത്. Don't go behind the pride, the money, the treasure of this world. ഈ ലോകത്തിന്റെ സമ്പാദ്യത്തില് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടില് മയങ്ങിപ്പോകരുത്. Many times people of God, the servant of God, fall into temptation just because for this world. പലപ്പോഴും ഈ ലോകത്തിലെ നമ്മൾ കണ്ടുവരുന്നത് സുവിശേഷ ഘോഷണത്തില് വേലയിലെ പടയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഈ ലോകത്തിന്റെ മായയിൽ മുഴുകി പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. 1 John chapter 2 verse 15 says like this. 1 യോഹന്നാന്റെ സുവിശേഷം 2 verse 15. 2:15 നമ്മൾ വായിക്കുമ്പോൾ, do not love this world or the things of the world. ഈ ലോകത്തിനുള്ളതെയോ ലോകത്തെയോ സ്നേഹിക്കരുത്. We know that in the life of ദേമാസിനെ നമുക്കറിയാം. the word of God says he loved the world and he went away from the word of God. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് ദൈവവചനത്തിന്റെ വ്യവസ്ഥയെ വിട്ട് മാറിപ്പോയെന്ന് നമുക്ക് വചനത്തിൽ കാണാം. He was the servant of God. He was preaching the gospel with Paul, but in his life the love of the world came and he ran behind that money. നമുക്കറിയാം ദേമാസ് വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു, നല്ലൊരു പോരാളിയായിരുന്നു, പടയാളിയായിരുന്നു. പക്ഷേ ഈ ലോകത്തിന്റെ മായയിൽ അകപ്പെട്ടു പോയിട്ട് ദൈവവചനത്തെ വിട്ടിട്ട് അവൻ പിന്മാറിപ്പോയി എന്ന് കാണുവാൻ കഴിയുന്നു. Today let us take a decision. I will run behind Jesus, not turning back. I will look up to the cross and go behind that cross. ഞാൻ ഒരിക്കലും ഈ ലോകത്തെ എന്റെ ചുറ്റുപാടുകളെ ഈ ലോകത്തിന്റെ മായകളെ നോക്കിയില്ല. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിലല്ല ഞാൻ നോക്കുന്നത്. യേശുവിനെ നോക്കി ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനമെടുക്കാം. It's a very hard decision to take. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. It is very hard to take this decision. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Many times we say with our mouth, I am going to follow Jesus. പലപ്പോഴും വാ കൊണ്ട് പറയും ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നു എന്ന്. But it is hard to follow Jesus. എന്നാൽ യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. It is written in Jesus says that if you want to follow me, you leave everything and come എന്നാൽ behind. വചനം ഇങ്ങനെയാ പറയുന്നത്, നീ സകലതും വിട്ട് എന്റെ പിന്നാലെ വരിക. That's what Jesus wants us to do. അത് തന്നെയാണ് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. So do not entangle ourselves with the pleasures of this world. ഈ ലോകത്തിന്റെ സമ്പത്തിലും ഈ ലോകത്തെയും പ്രസാദിപ്പിക്കാതെ, in Hebrews it says run away from this world. ഈ എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനൊക്കെ വിട്ടോടാനാ പറയുന്നത്. We have to run away from this. ഇതിൽ നിന്നൊക്കെ വിട്ടോടണം. Then only we can reach our goal. അങ്ങനെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവികതയിലേക്ക് എത്തിച്ചേരുവാനും കഴിയുകയുള്ളൂ. This morning our ultimate goal is to reach that heaven. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. And for that we have to prepare a lot of people to be with us in that heaven.
heaven. ആ നിത്യതയിലേക്ക് അനേകം പേരെ നാം ഒറ്റയ്ക്ക് പോവുകയില്ല, കൂടെ കൂട്ടുവാനായിട്ടുണ്ട്. അനേകം പേരെ കൂടെ കൂട്ടിപ്പോകുവാനായിട്ട് നാം ഒരുങ്ങണം. So God is telling us, be a good soldier for me. അതുകൊണ്ട് ദൈവം പറയുക, നീ നല്ല പടയാളിയായി തീരുക. To be a good soldier, we have to fight the battle. നല്ല പടയാളിയാകണമെങ്കിൽ നല്ല യുദ്ധം ചെയ്യണം. In order to fight the battle, we have to have the armor of God. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മാത്രമേ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. We need the helmet of salvation. രക്ഷയെന്ന ശിരസ്ത്രം വേണം. We need the sword, the word of God. ദൈവവചനം എന്ന വാള് കയ്യിൽ വേണം. We need the righteousness. നമുക്ക് നീതി എന്ന കവചം വേണം. We need faith, വിശ്വാസം വേണം. the truth, സത്യം വേണം. the gospel of the peace. സമാധാനത്തിന്റെ സുവിശേഷം വേണം. And we need to pray above all. ഇതിനായിട്ടെല്ലാം പ്രാർത്ഥിക്കണം. Then only we can fight this battle. അങ്ങനെ മാത്രമേ നല്ലൊരു യുദ്ധം നമുക്ക് കാഴ്ചവെക്കാൻ God is കഴിയുള്ളൂ. calling us to fight this battle as a good soldier for him. നല്ല പടയാളികളായിട്ട് അവന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. This morning, how many of us are ready to fight the battle for Jesus ഈ Christ? പ്രഭാതത്തിൽ ഈ ദിവസത്തിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്, ഞാൻ നല്ലൊരു പടയാളിയായി തീരുവാൻ, നല്ലൊരു യോദ്ധാവായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന്? I already told you, it is not at all easy, but only if look up to the cross and follow Jesus, we can do this ഞാൻ നേരത്തെ ministry. പറഞ്ഞതുപോലെ ഇത് നിസ്സാരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യമില്ല, സാധ്യമാണ്. അവന്റെ മുഖത്ത് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സാധ്യമാണ്. Hallelujah. ഹല്ലേലൂയ. There was another man lived, his name was John Allen Chow. ജോൺ അലൻ ചൗ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. You might have know about him. ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കാം. He was an American. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു. Very young age, he got a vision for the people who are perishing in the in the Andaman Nicobar Islands. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം അദ്ദേഹത്തെ പേറുകയുണ്ടായി. There is a tribe named North Sentinel Island. സെന്റിനൽ ഐലൻഡിൽ ഒരു ട്രൈബ് ഉണ്ട്. That was the tribe which is not reached by any outsiders. പുറത്തു നിന്നും അവിടേക്ക് ആരും കടന്നു പോവുകയില്ല. Until today, nobody can reach that place because it is the prohibited area. അത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല ആരെയും പോകുവാനായിട്ടോ, അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. Only a few people, like 15 to 500 people may be there. That is the calculation. ഒരുപക്ഷെ ഒരു 500-600 പേർ മാത്രമേ, ജനസംഖ്യ മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. And John Allen had a vision to preach the gospel to the tribe which is never heard about Jesus. സുവിശേഷം അതുവരെ കേട്ടിട്ടില്ലാത്തവരോട് ഈ ജോൺ അലന് സുവിശേഷം പറയണമെന്നുള്ള അതീവ താല്പര്യമുണ്ടായി. He decided that I am going to go and preach the gospel. ഞാൻ അവിടേക്ക് പോയി സുവിശേഷം പറയുവാൻ ആഗ്രഹിക്കുന്നു തീരുമാനമെടുത്തു. Very young age, at the age of 26. 26-ാമത്തെ വയസ്സിൽ He started his journey. Many times he went to the Andaman Nicobar Islands, and many times he tried to go to that place. പല പ്രാവശ്യം അവരിലേക്ക് എത്തപ്പെടുവാനായിട്ട് അദ്ദേഹം അവിടെ ചെന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തി. But it is a prohibited area, and Indian coastal guards are guarding that area. ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ് അവിടെ അനുവദിക്കുകയില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. And he decided one day, I am going to go there. അദ്ദേഹം ഒരു ദിവസം പൂർണ്ണമായിട്ടും ഒരു തീരുമാനമെടുത്തു, ഞാൻ അവിടെ പോയി തന്നെ ആകണം. And what he did was, he took some fishermen and he gave them some money. ചില ഫിഷർമാൻ അല്ലെങ്കിൽ ചില മീൻപിടുത്തക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, and he said that, take me to this place. എന്നെ ഈ സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോകുക. I want to go and preach the gospel. എനിക്ക് അവിടെ സുവിശേഷം പറയണം. And he started his journey to that place. ആ സ്ഥലത്തേക്ക് താൻ യാത്രയായി. And he know that they are going to, because if outsiders come into that place, they are going to kill them. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ജോണിന് അറിയാമായിരുന്നു, പുറത്തു നിന്ന് ആര് പോയാലും അവരെ കൊന്നുകളയുമെന്ന്. Because during the past time when tsunami came, Indian army was trying to help that people. നമുക്കറിയാം, സുനാമി വന്നപ്പോൾ ഇന്ത്യൻ ആർമി അവരെ സഹായിക്കുവാനായിട്ടൊക്കെ അവർ ശ്രമിച്ചതാണ്. They were trying to give the food to that people from the helicopters. ഹെലികോപ്റ്ററിലൂടെ ഫുഡൊക്കെ കൊടുക്കുവാൻ ശ്രമിച്ചു. But what they did was, they was trying to attack that helicopter. ആ സമയത്ത് ഇന്ത്യൻ ആർമി അവർ അറ്റാക്ക് ചെയ്യായിരുന്നു, ആ ട്രൈബ് പീപ്പിൾ. So they left. That area was covered. That area was prohibited after that. അതിനുശേഷമാണ് ആരെയും അവിടെ പോകുവാൻ അവർ അനുവദിക്കാത്തത്. And what he did was, he started his journey to that island. ഈ സാഹചര്യത്തിലും ഈ ഒരു വലിയ ബുദ്ധിമുട്ടിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ ജോൺ അവിടെ പോകുവാൻ തീരുമാനിച്ചു. His last letter to his parents says very clearly about his intention. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം അവസാനം എഴുതിയ അദ്ദേഹത്തിന്റെ പേരൻസിന് എഴുതിയ കത്തിലുണ്ടായിരുന്നു. Many people criticized, many media criticized them because he was trying to become a hero. He wanted to show the world something, he is something.
ലോകം പറയുമായിരിക്കും, ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തുനിന്ന് മരിച്ചു പോയാലും അവൻ ഹീറോയാകാൻ ശ്രമിച്ചതാണ്, അവൻ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ പോയത് അഹങ്കാരം കൊണ്ട് പോയതാണെന്നൊക്കെ ലോകം പറയുമായിരിക്കുമെന്ന് ആ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In his letter he was very clearly pointed this. അദ്ദേഹത്തിന്റെ കത്തിൽ ഒരു പ്രത്യേക കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. At the end of his letter he wrote like this. അദ്ദേഹത്തിന്റെ കത്തിന്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു: I love you all and I pray none of you love anything in this world more than Jesus Christ. എനിക്ക് യേശു ക്രിസ്തുവിനെ അല്ലാതെ അതിലുപരിയായിട്ട് മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. He said that I love you all. To his parents he is saying, I love you all, but I cannot live in this world because I pray that none of you love anything in this world more than Jesus Christ. അത് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: എൻ്റെ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ കർത്താവിനെ അല്ലാതെ മറ്റാരെയും അതിലുപരിയായി സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. Another statement says like this: I love these people of North Sentinel. ഈ നോർത്ത് സെന്റിനലിനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. And I believe that Revelation 7 is going to be happening. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു. And I believe that these people also will stand before the kingdom of God, the throne of God, and they will also praise Jesus before the throne of God. ഞാൻ കാണുകയാണ് ഈ സെന്റിനെന്റിലുള്ള ജനങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുവാൻ Because പോകുകയാണ്. Jesus says like this, all the tribe, all the people, all language, every people will stand before the throne of God and they will praise God. ദൈവവചനം അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്: സകല ഗോത്രം, വംശം, ഭാഷ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാവരും ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുന്നത് കാണും. And with that intention he went to that island. ആ താല്പര്യത്തോടു കൂടി അദ്ദേഹം അവിടെ കടന്നുപോയി. He tried to give that people some gift. ചില ഗിഫ്റ്റുകൾ അവർ കൊടുക്കുവാൻ തുടങ്ങി. But they started to attack him. He went back to his boat. അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. He went back to his boat. അദ്ദേഹത്തിന്റെ ബോട്ടിലേക്ക് മടങ്ങി വന്നു. Again, next time again he tried to go to approach that people. വീണ്ടും അവരുടെ അടുക്കിലേക്ക് പോകാൻ ശ്രമിച്ചു. But again they were trying to attack him, and one of the person they put a sword into his that was coming to his chest, but he prevented with his Bible. ഒരിക്കൽ ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരാൾ കത്തികൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് എറിയുകയുണ്ടായി. ആ സമയത്ത് ബൈബിൾ കൊണ്ട് അദ്ദേഹം അത് തടുക്കുകയുണ്ടായി. He went back to his boat one more time. ഒരിക്കൽ കൂടെ വീണ്ടും അദ്ദേഹത്തിന്റെ ബോട്ടിൽ പോയി. And he wrote this letter and gave to that fisherman. എന്നിട്ട് അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഫിഷർമാന്റെ കയ്യിൽ കൊടുത്തു. This may be my last time I am going to speak to the world. ഈ ലോകത്തോട് സംസാരിക്കുന്നതിന്റെ അവസാനത്തെ വാക്കുകളായിരിക്കാം. I have decided to follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു. I want to preach the gospel to these people. ഈ ജനത്തോട് എനിക്ക് സുവിശേഷം പറയാതിരിക്കാൻ കഴിയില്ല. Because that there is a great intention in my heart, it is pulling me to go to preach to that people. സുവിശേഷം അവരോട് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ ഹൃദയം അവരിലേക്ക് അടുപ്പിക്കുന്നു. With that intention he went back to that people. ആ താല്പര്യത്തോടുകൂടെ വീണ്ടും ഇദ്ദേഹം ആ ജനങ്ങളുടെ അടുക്കിലേക്ക് പോയി. He told the fisherman, you go back, I am going to go to that island. എന്നിട്ട് പറഞ്ഞു, ഈ ഫിഷർമാനോട് പറഞ്ഞു, നീ തിരികെ പൊയ്ക്കൊള്ളുക, ഞാൻ തിരികെ വരുന്നില്ല, ഞാൻ അവിടേക്ക് തന്നെ പോകുന്നു. In 2018 this man with the age of 26 died in the land of North Sentinel Island. 2018 അദ്ദേഹം ആ സെന്റിനെന്റിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. Next, after few days people saw his body was taken pulling out from that jungle outside the seashore. അദ്ദേഹത്തെ ആ കാട്ടിനകത്തു നിന്നും വനത്തിനകത്തു നിന്നും അദ്ദേഹത്തിന്റെ ബോഡിയെ കൊണ്ടുവന്നിട്ട് ഈ കടൽ തീരത്തിട്ടിരിക്കുന്നത് ലോകം കണ്ടു. Hallelujah, that man has given his life for Sentinel people. സെന്റിനൽ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ കൊടുത്തു. And he said one word like this: if I don't know, I don't go, who will go for me? അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ചുരുക്കം ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ പോയില്ലെങ്കിൽ പിന്നെ ആരിവിടെ പോകും? If I am not going to go to that people and preach the gospel, who is going to preach the gospel in that place? ആ സുവിശേഷം അവരുടെ അടുക്കിലേക്ക് ഞാൻ പോയി പ്രസംഗിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് പോവുക? Let me tell you, my dear brothers and sisters, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ: if we are not going, who is going to go and preach the gospel? നാം പോകുന്നില്ല എങ്കിൽ പിന്നെ ആര് പോകും? God is calling us to be good servant of him. ദൈവത്തിന്റെ ദാസന്മാരായി പടയാളികളായിട്ട് പോകുവാൻ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. God has given us good education, good facility, everything God has provided us. ദൈവം നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല സാഹചര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടില്ലയോ? If we don't go, who is going to go? നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോകുന്നത്? That's why God is asking, whom shall I send? അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ആരെ ഞാൻ അയക്കേണ്ടു? Who will go for me? ആർ നമുക്ക് വേണ്ടി പോകും? Whom shall I send? ആരെയാണ് ഞാൻ അയക്കേണ്ടത്?
പോകേണ്ടത്? Who will go for me? ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത്? Paul is saying like this. പൗലോസ് ഇങ്ങനെ പറയുന്നു, There are a lot of people dying in the mission fields. അനേകം പേര് മിഷൻ ഫീൽഡിൽ പട്ടുപോകുന്നു. Many people are dying without hearing the gospel. അനേകം പേര് സുവിശേഷം കേൾക്കാതെ നശിച്ച് മരണം വഴി മാറ്റപ്പെട്ടു If പോകുന്നു. nobody preaches, how they are going to hear the gospel? ദൈവവചനം ആരെങ്കിലും പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്വർഗ്ഗത്തിലേക്ക് പോവുക? If you and me are not going, who is going to go to that place? ഞാനും നിങ്ങളും പോകുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് പോവുക? Let me tell you, brothers and sisters, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, this morning give our life in the hands of God ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് and സമർപ്പിക്കാം. tell Jesus that I am going to be a good soldier for you. ഞാൻ അങ്ങേക്ക് വേണ്ടി നല്ലൊരു പടയാളിയാകുവാൻ ആഗ്രഹിക്കുന്നു. Soldier is not afraid of anything. പടയാളി ഒന്നിനെയും കണ്ട് പേടിക്കുന്നവനല്ല. He is not afraid of rain. He is not afraid of the sunlight. He is not afraid of anything. മഴയും മഞ്ഞും വെയിലും ഒന്നും പേടിക്കുന്നവനല്ല പടയാളി. This morning God is calling us, go and preach the gospel. ദൈവം ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയുകയാണ്, പോയി പ്രസംഗിക്കുക. That's why Matthew chapter 28 it says, you go and preach the gospel and tell everyone and teach them. അതുകൊണ്ടാണ് നമുക്കറിയാം മത്തായി സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നീ പുറപ്പെട്ടു പോയി സുവിശേഷം പ്രസംഗിക്കുക. It is our responsibility to preach the gospel. നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ് പോയി സുവിശേഷം പറയുക It എന്നുള്ളത്. is each one of us, each believer's responsibility to preach the gospel. വിശ്വാസി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, അവരുടെ കടമയാണ് സുവിശേഷം പറയുക എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Do not be entangled with this world. ഈ ലോകത്തിന്റെ മായ കാഴ്ചയിൽ വീണു പോകരുത്. Many people have entangled in this world and failed in this journey. ഈ ലോകത്തെ നോക്കിയിട്ട് ഈ ലോകത്തെ പ്രസാദിപ്പിച്ചു പോയവരൊക്കെ പട്ടുപോയിട്ടുണ്ട്. Many people start their journey but they failed because they entangled with this world. ഈ ലോകത്തിന്റെ മായയിൽ വീണുപോയിട്ട് അനേകം പേര് സുവിശേഷത്തിന്റെ ആ അന്തസത്ത മനസ്സിലാക്കാതെ മറന്നുപോയി പട്ടുപോയവരുണ്ട്. That's why Paul says you preach the pure gospel. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സത്യ സുവിശേഷം പ്രസംഗിക്കുക. Do not put anything, mix anything with that. അത് ഒന്നിനോടും കലർപ്പില്ലാത്ത ശുദ്ധമായിട്ടുള്ള സത്യമായിട്ടുള്ള ആ സുവിശേഷം We പ്രസംഗിക്കുക. need to preach the pure gospel. സത്യമായ സുവിശേഷം നാം പ്രസംഗിക്കുക. That's why God is calling us. അതിനായി ദൈവം നമ്മെ The വിളിച്ചിരിക്കുന്നു. third point I would like to tell you. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, Please him who called us. വിളിച്ചവനെ പ്രസാദിപ്പിക്കുക. The third thing the soldier must do is to please the one who called us. വിളിച്ചവനെ പ്രസാദിപ്പിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക. It is not our will we came into Jesus Christ. നാം നമ്മുടെ ഇഷ്ടത്തിനല്ല കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. Jesus says you did not choose me but I have chosen you to follow you. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. It is Jesus who called us for the ministry. കർത്താവാണ് നമ്മുടെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. So be ready to please him and him alone. അതുകൊണ്ട് അവനെ മാത്രം പ്രസാദിപ്പിക്കുക. Do not please people, do not please anyone else in our family but please him alone. കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ചുറ്റുപാടുകളെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുക. 2 Corinthians chapter 5 verse 9 says like this. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 2 Corinthians chapter 5 verse 9. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുന്നത്, So we make it our goal to please him whether we are at home in the body or away from him. നമ്മൾ അവനെ പ്രസാദിപ്പിക്കേണ്ടതാകും. നമ്മുടെ ഈ ശരീരത്തായിരുന്നാലും ഈ ശരീരം വിട്ടുപോയാലും കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവരാകുന്നു. We know that it is our pleasure, it is very great opportunity God has given us to preach his gospel. തന്റെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വിളിച്ചിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്, അതൊരു വലിയൊരു കടമയാണ്, അതൊരു സന്തോഷമാണ്. And we need to know that if you want to live for Christ, stop living for yourself. നിങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മെ പ്രസാദിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. In order to please him we need to stop living for ourselves. നമുക്ക് വേണ്ടി ജീവിക്കുന്നത് നമ്മൾ അവസാനിപ്പിച്ചാലേ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. Only if we stop living for ourselves we can please him. നമ്മളെ എപ്പോൾ വെറുക്കുന്നുവോ ആ സമയത്ത് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. God is calling us for that great purpose. ആ വലിയ ഉദ്ദേശത്തിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. This morning how many of you be ready for being a good soldier for him? നല്ല ഒരു പടയാളിയാകുവാൻ ഈ ദിവസം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? I want to give you a calling this morning. ഈ ദിവസത്തിൽ ഞാനൊരു നിങ്ങളെ അതിനായിട്ട് ഒന്ന് ക്ഷണിക്കുകയാണ്. How many of you are ready to live for Jesus?
യേശുവിന് വേണ്ടി എത്ര പേർക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? How many of you can tell that I am decided to follow Jesus? എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, ഞാൻ എൻ്റെ യേശുവിനെ മാത്രം പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു? I will not turn back by seeing the world. ഈ ലോകത്തെ കണ്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. I will not look behind. I will look up to the cross and follow Jesus. ഞാൻ പുറകെ നോക്കുന്നില്ല, മനുഷ്യരെ നോക്കുന്നില്ല, ലോകത്തെ നോക്കുന്നില്ല. എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന വലിയൊരു ക്രൂശിനെ നോക്കി ഞാൻ മുന്നോട്ട് പോകുന്നു. There is a beautiful hymn. It says, I have decided to follow Jesus. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമ്മൾക്ക് അറിയാവുന്നതാണ്. I have decided to follow Jesus. ഞാൻ എൻ്റെ യേശുവിനെ പിൻചെല്ലും. You may know the story behind that. നിങ്ങൾക്കറിയാം അതിന്റെ ചരിത്രം എന്താണെന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കാം. In the land of Assam, ആസാം എന്ന് പറയുന്ന സ്ഥലത്ത് there was a missionary who was living. ഒരു മിഷണറി ജീവിക്കുകയായിരുന്നു. His family, they were living together. ഒരു ഫാമിലി അവര് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. And they were preaching the gospel to the tribal people. ട്രൈബൽ ജനതയോട് സുവിശേഷം പറയുകയായിരുന്നു. And the people were against the gospel. അവര് സുവിശേഷത്തിന് അനുകൂലമായിരുന്നില്ല. They were standing against the gospel. അവര് സുവിശേഷത്തിനെതിരായി നിന്നവരായിരുന്നു. When they were trying to kill the children and his wife before that pastor, ആ മിഷണറിയുടെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും സുവിശേഷ വിരോധികൾ കൊന്നു. At that time, this missionary has sung that song. ആ മിഷണറി ഇങ്ങനെ പാടി, I have decided ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. To follow Jesus. യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. Not turning back. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. Not turning back. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. The world behind me. ഈ ലോകം എനിക്ക് പുറകിലുണ്ട്. The cross before me. ഈ ലോകം ഞാൻ പുറകിലാക്കുന്നു. Whatever happened in my life, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും I will follow him. ഞാൻ യേശുവിനെ പിൻപറ്റുന്നു. Can we all stand in our feet? നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Can we all sing this hymn? നമുക്ക് ചേർന്ന് ഈ ഗാനം പാടാമോ? I have decided to follow Jesus. 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 No turning back, no turning back, no turning back, no turning back. The world behind me, The cross before me, the world behind me, the cross before me, the world behind me, the cross before me. no turning back. No turning back, no turning back, no turning back, no യേശുവിൻ പിൻപേ. turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ പിൻഗമിക്കും, പിന്മാറാതെ പിൻഗമിക്കും. This morning, let us take a decision. ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തിൽ ഒരു തീരുമാനമെടുക്കാമോ? Lord, I will follow you and I will never go back. കർത്താവേ, ഒരിക്കലും ഞാൻ പുറകോട്ട് പോകുകയില്ല, ഞാൻ അങ്ങയെ പിൻപറ്റും. As a good soldier of Jesus Christ, I am ready to suffer for you, Lord. ഓ, അങ്ങേക്ക് വേണ്ടി ഒരു യോദ്ധാവായി കഷ്ടം അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ്. I will not go behind this world, but I will follow you. ഈ ലോകത്തിന്റെ പുറകെ ഞാൻ പോകുകയില്ല, ഞാൻ അങ്ങയെ പിൻപറ്റുന്നു. I will please you and you alone. അങ്ങയെ മാത്രം ഞാൻ പ്രസാദിപ്പിക്കുന്നു. This morning, how many of us can take this decision? ഈ തീരുമാനം എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിവസം എടുക്കുവാൻ കഴിയുന്നു? If you can take that decision, ആ തീരുമാനം നിങ്ങൾ എടുക്കുവാൻ കഴിയുന്നു എങ്കിൽ just lift your hands and pray to God. കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. Heavenly Father, we thank you for this time.
ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. I pray for each and everyone who are taking decision before you. ഓ അങ്ങയുടെ മുൻപാകെ തീരുമാനമെടുത്ത അവിടുത്തെ മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Help each one of us to be a good soldier for you, Lord. നല്ല പടയാളികളായി അങ്ങേക്ക് വേണ്ടി നിലനിൽപ്പാൻ സഹായിക്കണമേ. Help us to fight our good fight. നല്ല പോരാടുവാൻ സഹായിക്കണമേ. Lord, help us to get that crown you are keeping for us. ഓ അങ്ങയുടെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണം. Help us to get that crown which is you are preparing for us. ഓ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ പ്രതിഫലമാകുന്ന കിരീടത്തിനായി ഞങ്ങൾ ആകാംക്ഷിക്കുന്നു. Lord, thank you for helping us. ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. Once again I pray for the students who are going to the mission field. ഓ മിഷൻ ഫീൽഡിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർക്കായി I പ്രാർത്ഥിക്കുന്നു. bless them and I pray that let the Holy Spirit be with them and the angels be surrounded them, Lord. ഓ ദൈവത്തിന്റെ ദൂതന്മാർ അവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. And help them and strengthen them, Lord. അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. You go with them, Lord. ഓ അവരോടൊപ്പം ഉണ്ടാകണമേ. Thank you, Jesus, for you are going to do that. ഓ അങ്ങ് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. In Jesus' name we ask and pray. അവിടുത്തെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം പ്രിയ പിതാവേ. Amen. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ.